സമയം അങ്ങ് പോയല്ലോ. അപ്പോഴേ രോഗികൾ വന്ന് കണ്ടമാനം കുന്നുകൂടിയിട്ടുണ്ടാവും. ഇന്നെങ്കിലും ആശുപത്രിയിൽ ഒന്ന് സമയത്ത് എത്താൻ പറ്റുമോ? പറയുന്നത് കേട്ടാ തോന്നും ഹോസ്പിറ്റലിൽ എത്താൻ താമസിക്കുന്നത് എന്റെ കുറ്റം കൊണ്ടാണെന്ന്. പിന്നെ ആരുടെ കുറ്റം കൊണ്ടാ? നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്ന മുമ്പേ കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കൊണ്ടിരുന്നവനായി ഉണ്ണിത്താൻ. അയ്യടാ, കെട്ടിയെടുക്കാൻ ആരും പറഞ്ഞില്ലല്ലോ. എന്റെ അച്ഛന്റെ പിറകേ നടക്കായിരുന്നില്ലേ എന്നെ ഒന്ന് കെട്ടാൻ? അയ്യടാ, പെമ്പിള്ളേടെ തന്തമാര് കാറുമായിട്ട് ക്യൂ ആയിരുന്നു ഈ വീടിന്റെ മുമ്പില്. എന്നാ അതിലൊരെണ്ണത്തിന് സെലക്ട് ചെയ്ത് കെട്ടായിരുന്നല്ലോ. എടേ, കൂടുതൽ വർത്താനം പറയാൻ ബ്രീഫ് കേസ് തരാൻ എനിക്ക് ആശുപത്രി പോണ്ടാണ്. അത് മണിക്കുട്ടി കൊണ്ട് തന്നില്ലേ? മണിക്കുട്ടിയല്ല, മരപ്പെട്ടി ഈരാമ്പിച്ചിട്ട് കൂട്ടും. അങ്കിളിനെ വിളിച്ചോ? എന്താ ചേച്ചി ഇത്? എപ്പോ നോക്കിയാലും കടിപിടിയാണല്ലോ. ഈ അങ്കിൾ ആശുപത്രി പോകുന്നവരെ ചേച്ചിയുടെ വായി പ്ലാസ്റ്റർ ഇടണം. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. നീ മന്ദബുദ്ധിയാണെങ്കിൽ നിനക്ക് വിവരമുണ്ട്. ഷൈൻ ചെയ്യല്ലേ. അങ്കിന്റെ വായി പ്ലാസ്റ്റർ പോരാ, കുത്തി കിട്ടണം. പറഞ്ഞേക്കാം. തർക്കത്തിനും പറയുന്നോ? അരിഞ്ഞാലും ഞാൻ പറഞ്ഞേക്കാം. അയ്യോ, കരുണേട്ടനാണെന്ന് തോന്നുന്നു. എന്തൊരു സ്പീഡാണല്ലോ പുഷ്കരായത്. ഇങ്ങനെയാണോ ബ്രേക്ക് വിട്ടത്? അല്ലെങ്കിൽ വയറിന്റെ പ്രശ്നമോ? ഇപ്പൊ മൊത്തത്തിൽ ഇളയുന്ന തോന്നുന്നത്. ഇപ്പൊ വഴിയിലൊരു പ്രാവശ്യം പോയതല്ലേ ഉള്ളൂ. ഈ ക്രോണിക് അൾസറൈറ്റിക് കൊളൈറ്റിസ് എന്നെയും കൊണ്ടേ പോകൂ. 22 രൂപയെ. ആ ജാതകവും ചേർന്നില്ല. 7 ചൊവ്വയുള്ള ജാതകമാ. അത് കൂടി ചേർക്കണമെങ്കിൽ ദിവംഗതനായ സാക്ഷാൽ ബ്രഹ്മദത്ത നമ്പൂരിപ്പാട് വന്നാ പോലും പ്രയാസമാ. എന്നാ കിഴവൻ ഈ സാധനത്തിനെ പിടിച്ച് എന്റെ ഏൽപ്പിച്ചോ അന്ന് തുടങ്ങിയതാ എന്റെ കണ്ടകശിനി. എന്ന് ഇങ്ങനെ എന്റെ കയ്യിൽ പിടിച്ചോ അന്ന് തുടങ്ങിയതാ ഈ നരകം. എന്താണ് ഇത്ര നരകം? 2 പെമ്പിള്ളേരെ കെട്ടിച്ചയക്കുന്നവരെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഗുസ്തി പിടിക്കല്ലേ? രാവിലെ തൊട്ട് ഓടാൻ തുടങ്ങിയത് ഈ നനഞ്ഞ ജാതകമായിട്ട്. കല്ലമ്പലത്തെ ജോത്സ്യന്റെ അടുത്ത്, പുതുശ്ശേരിയിലെ ജോത്സ്യന്റെ അടുത്ത്, പുതുശ്ശേരിയിലെ ജോത്സ്യന്റെ അടുത്തുനിന്ന് പിറവത്തെ പൊതുവാളിന്റെ അടുത്തേക്ക്. ഒടുവിൽ പൊതുവാൾ ഒരു സന്തോഷ വർത്തമാനം കൂടി പറഞ്ഞു. നമുക്ക് പറ്റുമല്ലോ ഉണ്ടോ? ചേട്ടന് പറ്റിയൊന്നുമില്ല. ഈ 8 മാസത്തിനുള്ളിൽ നടന്നില്ലെങ്കിൽ ഇനി 8 വർഷം കഴിഞ്ഞേ കല്യാണ യോഗം ഉള്ളൂന്നാ ആ പൊതുവാള് തറപ്പിച്ച് പറഞ്ഞത്. ഇനി 8 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒന്ന് ശരിയായെന്ന് വെക്കുക. ചെറുക്കനൊക്കെ ഇഷ്ടപ്പെടണ്ടേ? ചേട്ടൻ അവിടെ ഇഷ്ടം അനിഷ്ടം ഒന്നും നോക്കണ്ട. സാക്ഷാൽ കാമദേവൻ പൂവമ്പുമായിട്ട് ഇറങ്ങി വന്നാലും മുഖം തിരിച്ചു കളയുന്നവളാണ് മേഘ. ഒരു ചൊവ്വാക്കാരനെ കണ്ടെത്താമോ? അവളെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഈ കരുണനേറ്റു. പറ്റുമെങ്കിൽ മേഘയുടെയും വർഷയുടെയും വിവാഹം ഒരുമിച്ച് ഒരേ ദിവസം തന്നെ നമുക്ക് നടത്താം. ഇളകി കൊളൈറ്റിസ്. ഒന്നേ, എന്താ പോസ്റ്റ് മാസ്റ്റർ രാഘവനാണ് വീടേതാണ്. അത് ആ കടയുടെ തൊട്ടപ്പുറം. എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? റാസ്കൽ ചുമ്മാ. ഭാര്യയെ കൊണ്ട് എവിടെ പോകുന്നു? ചേട്ടാ, ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ചേട്ടന്റെ ഭാര്യ ഇതിനകത്തുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ചേട്ടാ, കാര്യം പറയുന്നതിന് നീ കണ്ണു വെച്ച് അതിനെ കൂടെ ഓടിപ്പോവല്ലേ? ഇതിന്റെ പേരിൽ ഭാര്യ സംശയിക്കരുത്. ഓടിപ്പോകാൻ നോക്കും. 2 രൂപ കൂടുതലുണ്ട്. നടന്ന് ആരോടും പറയല്ലേ. ഹരി, എന്ത് പറ്റിയിടാ മോനെ നിനക്ക്? നീ വല്ലയിടത്തും വീണോ? അമ്മേ, ഞാൻ അറിയാതെ ഒരു കുളത്തില് വീണ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി പുഴയിലെടുത്ത് ചാടി. വീണെടുത്ത് കിടന്ന് ഉരുളല്ലടാ മോനെ. പുഴയിൽ പോയിട്ട് കിണറ്റിലെടുത്ത് ചാടാനുള്ള ധൈര്യം ഉണ്ടോടാ നിനക്ക്? അമ്മയ്ക്ക് മാത്രം എന്നെ ഒരു വിലയില്ലാതുള്ളൂ. ഞാനൊരു പേടിത്തൊണ്ടനല്ലെന്നുള്ളത് കാലം തെളിയിക്കും. നീ ആ പാന്റ് ഷർട്ട് ഇങ്ങോട്ട് അഴിച്ചതാ. ഞാൻ ഇപ്പൊ തന്നെ തിരുമ്മിയിടാം. പാന്റ് ഷർട്ട് അഴിക്കാൻ തന്നെ പോണേ. ഒന്ന് കുളിക്കാൻ വേണം. ഇതാരാ ഇതിനകത്ത്? അതവനാ. വന്ന് കേറുകേ ഉള്ളൂ. അതിനിടെ 3 തവണ പോയി. എന്താ മനസ്സമാനത്തോടെ മനുഷ്യനെ സമ്മതിക്കില്ലല്ലേ? ഒന്ന് ഇറങ്ങി ഇങ്ങോട്ട്. മണിക്കൂറിൽ 12 തവണ ഇതിനകത്ത് കയറിയിരിക്കുന്ന ഏർപ്പാട് ഞാൻ നിർത്തി തരാം കേട്ടോ. ഡോക്ടർമാര് വിചാരിച്ചിട്ട് നിർത്താൻ പറ്റുന്നില്ല. പിന്നെ നീ പോടാ.
മോളെന്താ ഇതുവഴി? വെറുതെ. വെറുതെ മോൾ ഇതുവഴി വരില്ലെന്ന് എനിക്കറിയില്ലേ. ഉള്ളിലുണ്ട്. ചെല്ലേ, സത്യമായിട്ട് ഞാൻ അമ്മയെ കാണാൻ തന്നെ വന്നതാ. മേഘയുടെ അടുത്തൊക്കെ വരണില്ലേ? ആ ഉണ്ട്, ഇന്നലെ ഉണ്ടായിരുന്നു. കോഴ്സ് കഴിഞ്ഞ ഉടനെ എത്തുന്ന കത്തില്. ഞാൻ ചായ എടുത്തോണ്ട് വരാം. അതെ, ഇപ്പോഴത്തെ ഡ്രൈവർമാരുടെ പോക്കൊന്നും അത്ര ശരിയല്ല. എയർപ്ലെയിൻ ഓടിക്കുന്നു അല്ലേ റോഡിൽ കൂടെ വണ്ടികൾ ഓടിക്കുന്നത്. രാവിലെ വിഡ്ഢിവേഷം കെട്ടി ഇറങ്ങുക, ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. നടു റോഡിലുള്ള ഈ റൊമാൻസ് ഒന്നും വേണ്ടാന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് ഹരിയേട്ടനോട്. കുട്ടികളൊക്കെ കളിയാക്കി ചിരിക്കുക. അത് പിന്നെ എന്ത് കണ്ടാലും കക്കക്കാന്ന് ചിരിക്കാനായിട്ട് കച്ചക്കത്തി ഇറങ്ങിയിരിക്കല്ലേ നിന്റെ കൂട്ടുകാരികൾ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രേമം പോലെ തന്നെ കുണ്ടും കുഴിയും നിറഞ്ഞ ഒരു റോഡിന്റെ വക്കത്തായിരുന്നു ഞാൻ നിന്നിരുന്നത്. ആ സമയത്ത് തന്നെ വണ്ടികൾ വന്ന് എന്റെ ജാതകദോഷം എന്നല്ല എന്ത് പറയാൻ. ആ ജാതകദോഷത്തെ പറ്റി തന്നെ എനിക്കും പറയാനുള്ളത്. ആ ജോത്സ്യന്റെ വീട് അന്വേഷിച്ചു പോകാനും ആ പൊതുവാളിന്റെ കാല് പിടിക്കാനും ഒക്കെ ഇനി ആർക്കാ കല്യാണം കഴിക്കാൻ തിടുക്കുമെന്ന് വെച്ചാൽ അവർ ചെയ്താൽ മതി. എനിക്ക് പണി മടുത്തു. ഞാനെന്താ ബ്രോക്കറാന്നോ? അല്ലേ? ഇപ്പൊ മാറി. ജോലിസർ എന്താ പറഞ്ഞ കരണ? ആ പൂങ്കുന്നത്തുകാരന്റെ ജാതകം അവക്ക് ചേരുന്നില്ല. എന്തുകൊണ്ടാ ഒരു ജാതകം അവക്ക് ചേരാത്തെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആ പൊതുവാളിനെ പോയി കണ്ടു. എന്നിട്ട് എന്ത് പറഞ്ഞു? 8 മാസത്തിനുള്ളിൽ ഒരു 7 ചൊവ്വാക്കാരനെ കണ്ടുപിടിച്ച് ഈ കല്യാണം നടത്തിയില്ലേല് ഇനി 8 വർഷത്തേക്ക് ഈ കല്യാണം നടക്കില്ല എന്നാണ് ആ പിറവത്തുകാരൻ പൊതുവാള് പറഞ്ഞത്. അതെ, ബാക്കിയുള്ളവരിങ്ങനെ പുര നടഞ്ഞ് കുത്തിയിരിക്കുന്നതിനെ കുറിച്ച് ആർക്കെങ്കിലും ഉണ്ടോ വേവലാതി? മൂത്തോളിരിക്കുമ്പം അനിയത്തെ പിടിച്ച് കെട്ടിക്കണത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നീ? അത് തന്നെ ഞാനും പറഞ്ഞത്. തന്റെയും കൂടെ ആവശ്യമാണ്. 7 ചൊവ്വയോ 8 ബുധനോ ആരെങ്കിലും ഒരാളെ തപ്പിക്കൊണ്ട് വാ. ചേച്ചി എന്താ എനിക്ക് ആയിരത്തെ? എന്നിട്ട് വീണ്ടും കക്കൂസിലേക്ക് ഓടാനാ? ഇന്നത്തെ കോട്ട തീർന്നു. ഇപ്പൊ തന്നെ 6 പ്രാവശ്യം പോയി. ഇതിനും കോട്ടയൊക്കെ ഉണ്ടോ? നീ ചിരിക്കണ്ടാടാ. ദൈവങ്ങളുടെ മൂത്തവൾക്ക് ചൊവ്വാദോഷം കൊടുത്തു. അതുപോലെ എനിക്കൊരു അസുഖം തന്നു, ക്രോണിക് അൾസറൈറ്റിക് കൊളൈറ്റിസ്. ആയുസിന്റെ പകുതി ഭാഗം കക്കുസി കഴിയാനാണ് എന്റെ ജാതകം. മറ്റേ പകുതി ഇതേപോലെ ഓസിന് ചാപ്പാടടിച്ച് കഴിയാം. നിനക്ക് ഒരു അസുഖം തരാൻ മേളൊരാൾ ഇരിപ്പുണ്ട്, ഓർത്തോ? കൊച്ചച്ഛനെ കെട്ടേണ്ടിയിരുന്നു മണിക്കുട്ടി ചേച്ചിയുടെ ഒരു തലയിലെഴുത്തേ. ആർക്ക് വേണം ഗുന്മം പിടിച്ച മത്തങ്ങ തലച്ചേ മണിക്കുട്ടിയുടെ എഴുത്ത്. ഈ മത്തങ്ങയ്ക്ക് എന്താ വില? 18 രൂപ. ഇന്നലെ വില ചോദിച്ചിട്ട് പോയതല്ലേ? 18 രൂപയോ? നിങ്ങൾ ദുബായാ? പുതിയ തക്കാളി വന്നിട്ടുണ്ടോ? ഇവിടെ പഴയതൊന്നുമില്ല, പുതിയത് മാത്രമേ ഉള്ളൂ. ഈ വെണ്ടയ്ക്ക് നാടനാണോ ഫോറിനാണോ? നാടൻ. അതോടെ എപ്പോഴേ മനസ്സിലായി നാടനാണെന്ന്. അതെ, നാടൻ കഴിച്ചാ വയറ്റിളക്കം പിടിക്കുന്ന കരുണേട്ടൻ പറയാറ്. ഇതെന്താ വില? 30 രൂപ. അപ്പൊ ഇതോ? 42. ഇത് 27. ഇതോ? 32. എന്താ തീ പിടിച്ച വില? അതെ, ഇപ്പൊ മാർത്താണ്ടത്തിന് പച്ചക്കറികളൊന്നും വരാറില്ലേ? ഇപ്പൊ മാർത്താണ്ടത്ത് നല്ല വരുന്നത് കാസർഗോഡ്ന്നാ. അല്ല, പെങ്ങൾക്കൊന്ന് പോവാൻ പറ്റുമോ? അയ്യോ, പോവാനോ? ഞാനിതൊക്കെ മേടിക്കാൻ വന്നാ. അതെ, ഇതൊന്നും നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. തരാൻ പറ്റില്ലേ? തരാൻ പറ്റില്ലെങ്കിൽ എനിക്ക് അതിന്റെ കാരണം അറിയണം. കാരണം പെങ്ങളുടെ പേരെന്താ? മണിക്കുട്ടി. എന്നാലേ മണിക്കുട്ടി എന്ന് പേരുള്ള ആർക്കും പച്ചക്കറി കൊടുക്കാൻ പാടില്ലെന്ന ഞങ്ങളുടെ യൂണിയന്റെ തീരുമാനം. യൂണിയനോ? ഇത് സോവിയറ്റ് യൂണിയനാ? തന്റെ യൂണിയന്റെ ഇത് മാറ്റാക്കും ഞാൻ നോക്കട്ടെ. അയ്യോ, കരേട്ടാ, യൂണിയൻ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നു. ഞാനോ? ഞാൻ എന്തിനെ മണിക്കുട്ടിയിൽ നിന്ന് ഓടി വിളിക്കണം? എനിക്കും തോന്നി എന്തിനാ എന്നെ കണ്ടപ്പോ ഓടുന്നത്. മാർക്കറ്റിൽ എല്ലാരും എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. സൗന്ദര്യം കണ്ടിട്ടാവും. തീരെ സഹിക്കാൻ വയ്യാതായപ്പോ ഞാൻ ഓടിപ്പോന്നു. എന്തിന്? ഈ മുഖം കണ്ട കാണുന്നതും വേണ്ടേ ഓടാൻ? കരുതിട്ട് എന്താ ആലോചിക്കുന്നേ? അല്ല, ദൈവം എന്തിനാ മണിക്കുട്ടിക്ക് ഇത്രയേറെ സൗന്ദര്യം വാരിക്കോരി തന്നത് എന്ന് ആലോചിക്കായിരുന്നു. അതെ, എനിക്ക് കുറച്ച് കാശ് വേണം. കാശ് പച്ചക്കറിക്കൊക്കെ ഇപ്പൊ എന്താ വില? ഞാൻ കൊണ്ടുവന്ന കാശൊന്നും തികയത്തില്ല. എന്ത് പച്ചക്കറി വാങ്ങിക്കാനാ? മത്തങ്ങ. അയ്യേ, വല്ല ക്യാബേജോ കാളിഫ്ലവറോ ഒക്കെ വാങ്ങിക്കഴിക്കുക. ശരീരത്തിന് അതാ നല്ലത്, തലേം തണുക്കും. ഇത് മത്തങ്ങയിലേക്ക് വിറ്റാമിൻസ് ഒന്നുമില്ല, വെറുതെ ചീർത്തിരിക്കും. നിന്നെ പോലെ ഒരു പറയണം. എന്നാ ഞാൻ പറയുന്നു, മത്തങ്ങ പായസം വെക്കാൻ നല്ലതാ. മത്തങ്ങ പായസം? വരികെ കണ്ടതാ ഏലമ്മ ഫിലിപ്പോസ് എഴുതിയിരുന്നു. മത്തങ്ങ ഇടിച്ച് പിഴിഞ്ഞ് ചാറെടുത്ത് ശർക്കര പാവ് കാച്ചി ഏലക്ക ചേർത്ത് ഇടിച്ച് അരിച്ച് തെളിച്ച് ഒക്കെ എടുത്ത് പായസം വെച്ച് വേണ്ട ആൾക്കാർ കേൾക്കും. വീട്ടിലോട്ട് വാ, വയറ് നിറച്ച് ഞാൻ പായസം തരാം. ഓ, ഇനി അത് കുടിക്കാത്ത കുഴപ്പമുള്ളൂ. അല്ലെങ്കിലേ താമസം കക്കൂസില്ല. പുതിയ ബക്കറ്റിനും മഗ്ഗിനും ജോലിയായല്ലോ ദൈവമേ. ബക്കറ്റ് മഗ്ഗൊന്നും പറയാൻ കാശില്ല കാരണേട്ടാ. 50 മുഴുവനും കൊണ്ടുപോയോ? ആ, പോട്ടെ. ചേട്ടാ, പായസം കുടിക്കാൻ വരണേ. ഓ, നിന്റെ തല മത്തങ്ങ പോലായിരുന്നു നല്ലത്. ഉതളങ്ങ പോലായിരുന്നു. നീ ഉതളങ്ങ പായസം വെച്ച് നീ എന്നെ കൊല്ലിക്കുമായിരുന്നല്ലോടി.